എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ജനറൽ പ്രോബ്ലത്തെ എങ്ങനെ LPPന്റെ അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ജനറൽ ഫോർമുലേറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡായ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇതാണ്: മാക്സിമൈസ് z equal to 3x1 plus 4x2 subject to the constraints 4x1 plus 2x2 less than or equal to 80, 2x1 plus 5x2 less than or equal to 180, x1, x2 greater than or equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുന്നു നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ കൺസ്ട്രെയിൻസിനെല്ലാം ഇക്വാലിറ്റി ഫോമിൽ എഴുതാം. അതായത് 4x1 plus 2x2 equal to 80. ഇനി നമുക്ക് x1നും x2നും ഓരോ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റുകളാണ് ആവശ്യം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ അതിന് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ആദ്യം x1ന് 0 എന്ന് കൊടുക്കും. x1ന് 0 എന്ന് കൊടുത്താല് x2ന്റെ വാല്യൂ എന്ത് കിട്ടും? 80/2 വരും. 80/2 40 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ x1 x2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ x2ന് 0 എന്ന് കൊടുക്കും. x2ന് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ x1ന്റെ വാല്യൂ എന്ത് വരും? x2ന് 0 കൊടുത്തു. അപ്പൊ x1 80/4 80/4 എന്ന് പറഞ്ഞാല് 20 വരും. അങ്ങനെ നമ്മള് പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത കൺസ്ട്രെയിൻസ് എടുക്കുക. അടുത്ത കൺസ്ട്രെയിന്റ് എടുക്കുക. അതായത് 2x1 plus 5x2 equal to 180. അതായത് ഗ്രേറ്റർ ദാൻ ഫോമുലോ ലെസ് ദാൻ ഫോമുലോ അല്ലെങ്കിൽ ഈക്വൽ ടു ഫോമുലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇതിനെടുത്ത് എഴുതി നമ്മൾ ഇനി വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ് x1നും x2നും. ഇവിടെ സെയിം ചെയ്തു. x1ന് 0 എന്ന് കൊടുത്തു. x1ന് 0 എന്ന് കൊടുത്തപ്പോ നമ്മൾ x2ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. x2ന്റെ വാല്യൂ എത്രയാണ്? 180/5. അത് എത്ര വരും? 36 വരും. ഇനി നമ്മൾ x2ന് 0 കൊടുക്കാണ്. x2ന് 0 കൊടുത്തപ്പോ x1ന്റെ വാല്യൂ എന്ത് വരും? x1 എന്ന് പറയുന്നത് 180/2 വരും. അതായത് 90 എന്ന് വരും. അങ്ങനെ നമ്മള് ഈ കൺസ്ട്രെയിന്റിൽ നിന്ന് 2 പോയിന്റ് കണ്ടുപിടിച്ചു. ഈ കൺസ്ട്രെയിന്റിൽ നിന്നും 2 പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിനെ ഗ്രാഫിക്കലി വരച്ചു നോക്കാൻ പോവാണ്. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ചെയ്തത് 2 കൺസ്ട്രെയിൻസിന്റെ 2 പോയിന്റ്സ് കണ്ടുപിടിച്ചു. 2 പോയിന്റ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. അങ്ങനെ 2 കൺസ്ട്രെയിൻസിന്റെ 2 പോയിന്റ് വീതം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന ഇവിടെ 90 വരെ വാല്യൂ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 10 വെച്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ ലൈൻ വരയ്ക്കാം. ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 4x1 plus 2x2 equal to 80 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാം. അതിന് നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 0യും ഒന്ന് 40. അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് x1നെയാണ്, ഇവിടെ മാർക്ക് ചെയ്യുന്നത് x2നെയാണ്. അപ്പൊ ഇത് ഫസ്റ്റത്തെ വാല്യൂ x1ന്റെ, രണ്ടാമത്തെ വാല്യൂ x2ന്റെ ആണ്. അപ്പൊ 0 40 വന്നു. 0 40 എന്ന് പറഞ്ഞാൽ x1 0 ആണ്, x2 40 എന്നാണ്. ഇനി അടുത്ത വാല്യൂ എന്ന് വന്നു 20 0. 20 0 എന്ന് പറയുമ്പോൾ x1 20 ആണ്, x2 0 ആണ്. ഇനി നമുക്ക് ഈ 2 പോയിന്റിനെയും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം.
ലൈനാണ് 4x1 plus 2x2 equal to 80. ഇനി നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. അതിന്റെ പോയിന്റ്സ് ഫസ്റ്റത്തത് 0, 36. അപ്പൊ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം 0, 36. പിന്നെ 90, 0 ഇവിടെ ആയിട്ട് വരും. ഇനി ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ലൈൻ വരച്ചു. ഈ ലൈൻ ഏതാണ്? ഈ ലൈൻ 2x1 plus 5x2 equal to 180 എന്ന് പറയുന്ന ലൈനാണ്. ഇനി നമുക്ക് ഇതിപ്പോ നമ്മള് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിച്ചത്. ഇനി ഈ റീജിയനും ഈ റീജിയനും എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? 4x1 plus 2x2 less than or equal to 80 എന്നാണ്. അപ്പൊ നമ്മള് x1നും x2നും 0 എന്ന പോയിന്റിലെ വാല്യൂ കൊടുക്കാം. 0, 0 എടുത്താൽ എന്ത് വരും? 0 less than or equal to 80 എന്ന് വരും. അപ്പൊ എന്ത് വരും? നമുക്ക് ഇവിടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഉണ്ട്. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ് നമുക്ക് ഫീസിബിൾ റീജിയൻ വരുള്ളൂ. കാരണം രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റീജിയനിൽ മാത്രമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉള്ള റീജിയൻ വരുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് 4x1 plus 2x2 less than or equal to 80 ആണ്. ഇതിൽ നമ്മൾ x1നും x2നും 0, 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 0 less than or equal to 80 എന്ന് കിട്ടി. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ 0, 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോ ഇത് എവിടെയാണോ ഉള്ളത് ആ സൈഡിലായിട്ടായിരിക്കും ഫീസിബിൾ റീജിയൻ വരിക. അതായത് ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനിന്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്കുള്ളതായിരിക്കും. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെങ്കിൽ ഇവിടെ ഈ ലൈനിന്റെ മുകളിലേക്കുള്ളതായിരിക്കും വരിക. അപ്പൊ ഈ ലൈനിന്റെ അതായത് ഇതിന്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ താഴത്തെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഫീസിബിൾ റീജിയൻ രണ്ടിന്റെയും കോമൺ റീജിയൻ ആണ് നോക്കുന്നത്. അപ്പൊ ഈ ലൈനിന്റെ താഴത്തേക്കാണ്. പിന്നെ രണ്ടാമത്തെ ലൈൻ എടുത്ത് നോക്കുമ്പോൾ 2x1 plus 5x2 equal to less than or equal to 180 എന്ന് പറയുമ്പോൾ 0, 0 കൊടുത്തു കഴിയുമ്പോൾ 0 less than or equal to 180. ഇതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. 0 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോ ഇതിന്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ താഴേക്കാണ് വരിക. അപ്പൊ ഈ രണ്ട് ലൈനിന്റെ താഴേക്കാണ് വരിക. അപ്പൊ അതിന്റെ കോമൺ പൊസിഷൻ എന്ന് പറയുന്നത് കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് കോമൺ റീജിയൻ. അപ്പൊ ഇവിടെ ആയിരിക്കും ഈ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാവുക. സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവുക വെർട്ടെക്സുകളിലായിരിക്കും. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പോയിന്റ്, രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് രണ്ടോ അതിലധികമോ ലൈനുകൾ ജോയിൻ ചെയ്ത് ഈ റീജിയന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോ ഒന്നെങ്കിൽ സൊല്യൂഷൻ ഇവിടെ വരാം, ഇതിന് നമ്മൾ A എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ വരാം B എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അപ്പൊ നമ്മൾ ഇതിന് ഓരോ പേര് കൊടുത്തു. അപ്പൊ നമുക്ക് A എന്ന പോയിന്റ് അറിയാം. A എന്ന പോയിന്റ് 0, 0 ആണ്. B എന്ന പോയിന്റ് 20, 0 ആണ്. C എന്ന പോയിന്റ് നമുക്ക് അറിയത്തില്ല, പക്ഷെ രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്നതാണ്. D എന്ന് പറയുന്ന പോയിന്റ് 0, 36 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ C എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ C എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഈ C എന്ന് പറയുന്ന പോയിന്റ് ഈ രണ്ട് ലൈനിന്റെയും ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അപ്പൊ നമ്മുടെ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ 2x1 plus 5x2 equal to 180. പിന്നെ ഏതാണ് 4x1 plus 2x2 equal to 80. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. ഇനി നമുക്ക് നോക്കാം. ഇവിടെ x1ന്റെ കോഎഫിഷ്യന്റ് 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫോർമുലേറ്റ് വരും. അപ്പൊ ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4x1 plus 10x2 equal to 360 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഈ 3
എന്ന ഇക്വേഷനിൽ നിന്ന് ഈ 2 എന്ന ഇക്വേഷൻ കുറയ്ക്കാം. അപ്പൊ എന്തുവരും, അതായത് 3 മൈനസ് 2 ചെയ്യാം. അപ്പൊ എന്തുവരും, 4x1 നിന്ന് 4x1 പോയാൽ 0 ആണ്, x1 ഒന്നുമില്ല. പിന്നെ 10x1 നിന്ന് 10x2 നിന്ന് 2x2 പോയാൽ 8x2 എന്ന് വരും. 360 നിന്ന് 8 പോയി കഴിഞ്ഞാൽ എന്തുവരും, 280 എന്ന് വരും. അപ്പൊ x2 എന്ന് പറയുന്നത് 280/8 ആണ്. അത് എത്ര വരും, 35 എന്ന് പറയും. അപ്പൊ നമുക്ക് x2 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ x2ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് x1 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. x2ന്റെ വാല്യൂ ഇവിടെ 35 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 70 വരും. 80 മൈനസ് 70 എന്ന് പറയുന്നത് 10 ആണ്. അതായത് 4x1 എന്ന് പറയുന്നത് 10 എന്ന് വരും. അതായത് x1 എന്ന് പറയുന്നത് 10/4 എന്ന് വരും. അതായത് 5/2 എന്ന് വരും. അതായത് 2.5 എന്ന് വരും. അതായത് നമുക്ക് ഈ പോയിന്റ് എന്തെന്ന് കിട്ടി, 2.5, 35 എന്ന് കിട്ടി. അങ്ങനെ നമ്മള് 4 പോയിന്റും അല്ലെങ്കിൽ 4 വെർട്ടിസസും കണ്ടുപിടിച്ചു. ഈ ഓരോ പോയിന്റിനെ വെർട്ടിസസ് എന്നാണ് പറയാ. എല്ലാത്തിനെയും ഇതിനെ വെർട്ടെക്സ് എന്ന് പറയും. ഒരു പോയിന്റിനെ വെർട്ടെക്സും അതിന്റെ പ്ലൂറൽ ഫോം ആണ് വെർട്ടിസസും. അപ്പൊ നമുക്ക് 4 വെർട്ടിസസ് കിട്ടി. ഇനി നമുക്ക് ഈ ഓരോ വെർട്ടിസസിനും സെഡിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഒന്നുകൂടി എടുത്തെഴുതാം. A0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. ഇതാണ് A. B എന്ന് പറയുന്നത് 20 0 എന്ന് കിട്ടി. C എന്ന് പറയുന്നത് 2.5 35 എന്ന് കിട്ടി. D എന്ന് പറയുന്നത് 0 36 എന്ന് കിട്ടി. നമുക്ക് ഓരോ പോയിന്റിലും സെഡിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. സെഡ് 0 0 എന്ത് വരും, x1ന് x2ന് 0 കൊടുത്ത് കഴിയുമ്പോൾ സെഡ് 0 എന്ന് വരും. ഇനി സെഡ് 20 0 എന്ത് വരും, x1ന് 20യും x2ന് 0. അപ്പൊ എന്ത് വരും, 20 × 3 60 എന്ന് വരും. സെഡിന് 2.5, സെഡിന് x1ന് 2.5ഉം x2ന് 35ഉം കൊടുക്കുക. അപ്പൊ എന്ത് വരും, 147.5 എന്ന് വരും. സെഡിന് 0യും 36ഉം കൊടുക്കുക. അപ്പൊ എന്തായാലും 144 എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് സെഡിന് കിട്ടിയ വാല്യൂ. ഇനി നമ്മുടെ പ്രോബ്ലത്തിനായിട്ട് നോക്കുക. നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്. അപ്പൊ ഈ സെഡില് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ്, 147 ആണ്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ 147.5 ആണ്. അത് ഏത് പോയിന്റിലാണ് കിട്ടിയത്, സി എന്ന പോയിന്റിലാണ്. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്. ഏത് പോയിന്റ് ആണത്, 2.5 35. ഇതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ ഓഫ് z = 4x1 + 5x2 subject to the constraints x1 + x2 greater than or equal to 1, minus 2x1 + x2 less than or equal to 1, 4x1 minus 2x2 less than or equal to 1, x1, x2 greater than or equal to 1. നമുക്ക് ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മൂന്നും ആദ്യം പറഞ്ഞാൽ ഇക്വേഷൻ ഫോമിൽ എഴുതി സോൾവ് ചെയ്യാം. അപ്പൊ ഇതിന് ഇക്വേഷൻ ഒക്കെ എഴുതാൻ എങ്ങനെ വരും, x1 + x2 = 1 എന്ന് വന്നു. x1 x2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x1ന് 0 കൊടുത്തപ്പോ x2 എന്ന് പറയുന്ന 1 എന്ന് വന്നു. x2ന് 0 കൊടുത്തപ്പോ x1 എന്ന് പറയുന്ന 1 എന്ന് വന്നു. ഇനി അടുത്തത് -2x1 + x2 = 1 ആണ്. x1ന്റെ x2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x1ന് 0 കൊടുത്തപ്പോ x2 എന്ന് പറയുന്നത് 1 എന്ന് വന്നു. x2ന് 0 കൊടുത്തപ്പോ x1 എന്ന് പറയുന്നത് -1/2 എന്ന് വന്നു. ഇനി അടുത്തത് 4x1 minus 2x2 = 1 എന്നാണ്. x1 x2, x1ന് 0 എന്ന് കൊടുത്തപ്പോ x2 എന്ന് പറയുന്നത് -1/2 എന്ന് വന്നു. x2ന് 0 കൊടുത്തപ്പോ x1 എന്ന് പറയുന്നത് 1/4 എന്ന് വന്നു. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഓരോ കൺസ്ട്രെയിൻസിനും 2 പോയിന്റ്സ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ വരുന്നത് 1 ആണ്.
അപ്പൊ നമുക്ക് 1/4 ഗ്യാപ്പിൽ വരയ്ക്കാം. 1/4, 1/2, 3/4, 1, 1/4, 1/2, 3/4, 1. ഇവിടെ 1/4 മൈനസ് 1/2, ഇവിടെ മൈനസ് ആണ്, മൈനസ് 1/4 മൈനസ് 1/2. അപ്പൊ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ 0, 1. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് x1ന്റെ വാല്യൂസും ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് x2ന്റെ വാല്യൂസും. ഇവിടെ 0, 1 ആണ്. 0, 1 എവിടെ വരും? ഇവിടെ വരും. ഇവിടെ 1, 0 വരും. അപ്പൊ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റത്തെ ലൈൻ ഏതാണ്? x1 പ്ലസ് x2 ഈക്വൽ ടു 1 ആണ്. ഇനി അടുത്തത് ഇതാണ്, മൈനസ് 2x2 x1 പ്ലസ് x2 ഈക്വൽ ടു 1. അതിന് 0, 1 ഇത് തന്നെ. പിന്നെ ഏതാണ് വരുന്നത്? മൈനസ് 1/2 0. മൈനസ് 1/2 x1 ആണ്. അപ്പൊ ഇവിടെയാണ് വരിക മൈനസ് 1/2 0. ഇനി അടുത്തത് ഏതാണ്? 0 മൈനസ് 1/2. 0 y ആക്സിസിലാണ് മൈനസ് 1/2. അപ്പൊ ഇവിടെ 0 മൈനസ് 1/2, 1/4 0, 1/4 0. ഈ രണ്ട് പോയിന്റ്സ് ആണ്. ഇതിനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നത് 4x1 മൈനസ് 2x2 ഈക്വൽ ടു 1 ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് മൈനസ് 2x1 പ്ലസ് x2 ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്ക് എവിടെയാണ് സൊല്യൂഷൻ വരുന്ന റീജിയൻ ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മളിവിടെ 0, 0 ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ x1 പ്ലസ് x2 ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 0, 0 എന്ന വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? 0, 0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പൊ എന്താണ്? ഈ കണ്ടീഷൻ തെറ്റാണ്. അപ്പൊ ഈ കണ്ടീഷൻ തെറ്റായതുകൊണ്ട് ഈ ലൈനിന്റെ താഴെ, ഇവിടെയാണ് 0, 0. അപ്പൊ ഇങ്ങോട്ടല്ല വരിക, ഇതിന്റെ മേലേക്കാണ് വരിക. ഈ ഫസ്റ്റത്തെ ലൈനിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരിക. രണ്ടാമത്തേല് ചെക്ക് ചെയ്തു, 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ലൈൻ ഇതാണ്. ഇതിന്റെ താഴേക്കാണ് വരിക. അതായത് 0 എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്കാണ് വരിക. അപ്പൊ ഇങ്ങോട്ട് വന്നു. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0 ലെസ് ദാൻ 1 കറക്റ്റ് കണ്ടീഷൻ ആണ്. അപ്പൊ അതിന്റെ ഇതാണ് ലൈൻ. ഇവിടെയാണ് 0 കിടക്കുന്നത്. അപ്പൊ 0 ഉള്ള ഭാഗത്തേക്കാണ് വരിക. അപ്പൊ ഈ ലൈനിന്റെ മുകളിലേക്ക് വന്നു. അപ്പൊ ഈ ലൈനിന്റെ അങ്ങോട്ട്, ഈ ലൈനിന്റെ താഴേക്ക്, ഈ ലൈനിന്റെ മുകളിലേക്ക്. അപ്പൊ കോമൺ റീജിയൻ ഏതാണ്? ഇതാണ്. ഒരു ബൗണ്ടഡ് റീജിയൻ അല്ല, കാരണം ഈ ലൈൻ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു ബൗണ്ടഡ് റീജിയൻ അല്ല, അൺബൗണ്ടഡ് റീജിയൻ ആണ്. ഇവിടെ ആകെ 2 വെർട്ടെക്സേ നമുക്ക് അറിയുള്ളൂ, ബാക്കി വെർട്ടെക്സുകൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കാരണം മാക്സിമൈസേഷൻ വരുമ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനൊരു ബൗണ്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് മാക്സിമൈസേഷൻ പ്രോബ്ലം ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷെ മിനിമൈസേഷൻ കാണാൻ പറ്റും. കാരണം മിനിമൈസേഷൻ മിനിമം ഉള്ളത് ബൗണ്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് മിനിമൈസേഷൻ കാണാൻ പറ്റും. നമ്മുടെ പ്രോബ്ലം മിനിമൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് കാണാം. ഇവിടെ വെർട്ടിസസ് ആയിട്ട് വരുന്നത് എയും ബിയും ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം 0, 1 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം ഈ 2 ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഈ 2 ലൈനിന്റെ ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ബി കണ്ടുപിടിക്കാൻ. അപ്പൊ ഏതൊക്കെയാണ് ഇക്വേഷൻസ്? ഒന്ന് x1 പ്ലസ് x2 ഈക്വൽ ടു 1 ആണ്. രണ്ടാമത്തേത് 4x1 മൈനസ് 2x2 ഈക്വൽ ടു 1 ആണ്. ഈ ഇതിന് 1 എന്നും ഇതിന് 2 എന്നും കൊടുക്കാണ്. ഇനി നമുക്ക് ഈ 1 എന്ന ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 എന്ന ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2x1 പ്ലസ് 2x2 ഈക്വൽ ടു 2 എന്ന് വന്നു. ഇനി ഈ ഇതിന് 3 എന്ന് കൊടുക്കാണ്. ഈ 3യും 2ഉം കൂടെ ആഡ് ചെയ്യാണ്. 2 പ്ലസ് 3, 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6x1, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി 3 എന്ന് വരും.
x1 ഈക്വൽ ടു 3/6, അതായത് 1/2 എന്ന് വരും. ഇനി ഈ x1ന്റെ വാല്യൂ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ x2 എന്ന് പറയുന്നത് 1/2 ആയിട്ട് വരും. അതായത് ബി എന്ന പോയിന്റ് 1/2 ആണ്. ഇനി ഈ രണ്ട് വാല്യൂസും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ സെഡ് ഓഫ് 0, 1 എന്ന് പറയുന്നത് എന്ത് വരും? 0 ഇവിടെ 1 ഇവിടെ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, അതായത് 5 എന്ന് വരും. സെഡ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4/2 പ്ലസ് 5/2, അതായത് 9/2 എന്ന് വരും. 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ്. അപ്പോ ഇതാണ് നമുക്ക് സെഡിന്റെ വാല്യൂ കിട്ടിയത്, 5ഉം 4.2. നമ്മുടെ പ്രോബ്ലം മിനിമൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് ഏത് വാല്യൂ വരും? സെഡിന് 4.5 എന്ന് പറയുന്ന വാല്യൂ വരും. ഏത് പോയിന്റിലാണ് വരുന്നത്? 1/2. ഇവിടെയാണ് മിനിമം വാല്യൂ വരുന്നത്, 1/2. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. മാക്സിമൈസേഷൻ z equal to 3x1 plus 2x2 subject to the constraint minus 2x1 plus x2 less than or equal to 1, x1 less than or equal to 2, x1 plus x2 less than or equal to 3, x1 x2 greater than or equal to 0. ഇനി നമുക്ക് ഇതുപോലെ ആദ്യം ചെയ്ത പോലെ ഇക്വേഷൻ ആക്കി എഴുതി അതിൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ -2x1 plus x2 ഈക്വൽ ടു 1 എന്നാണ്. അതായത് x1 x2 x1ന് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ x2ന്റെ വാല്യൂ 1 ആണ്. x2ന് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ x1ന്റെ വാല്യൂ -1/2 ആണ്. ഇനി അടുത്ത കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 2 എന്നാണ്. നമുക്കൊന്നും കണ്ടുപിടിക്കാനില്ല. x1 ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനാണ് അടുത്ത കൺസ്ട്രെയിന്റ്. പിന്നെ അടുത്തത് x1 പ്ലസ് x2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ x1 x2 x1ന് 0 കൊടുക്കുമ്പോൾ x2 3, x2ന് 0 കൊടുക്കുമ്പോൾ x1 3. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. 1 2 3 4. ഇനി മുകളിലേക്ക് 1 2 3, ഇവിടെ -1 -2, ഇവിടെ -1. ഇനി നമുക്ക് ഫസ്റ്റത്തെ ലൈൻ വരയ്ക്കാം. ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് 0 1 ആണ്. 0 1. പിന്നെ വരുന്നത് -1/2 0 ആണ്. -1/2 ആണ്. അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരും. -1/2 0. അപ്പൊ നമുക്ക് ഈ ലൈൻ വരയ്ക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ഇതേതാണ്? 2x1 -2x1 പ്ലസ് x2 ഈക്വൽ ടു 1 ആണ്. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 2 ആണ്. x1 ഈക്വൽ ടു 2 ഏത് വരും? x1 ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അതായത് ഈ ലൈൻ വരും. x1 ഈക്വൽ ടു 2. അപ്പൊ അത് വരച്ചു. ഇതിന് x1 ഈക്വൽ ടു 2. ഇനി അടുത്തത് x1 പ്ലസ് x2 ഈക്വൽ ടു 3 ആണ്. അതിന് കിട്ടിയ പോയിന്റ്സ് 0 3ഉം 3 0 ആണ്. ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. 0 0 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 1. ഇൻഇക്വാലിറ്റി കറക്റ്റ് ആണ്. അപ്പൊ 0 എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് വരും. അതായത് ഈ ലൈനിന്റെ താഴേക്ക് വരും. പിന്നെ ഇത് വരും x ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ 0 ഏതാണോ ആ സൈഡിലോട്ട് വരും. അപ്പൊ 0 ഈ സൈഡിലാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതായത് ഈ ലൈനിന്റെ താഴേക്ക് വരും. അപ്പൊ ഇവിടുത്തെ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. കോമൺ റീജിയൻ ഇപ്പുറത്തേക്കും കുറച്ച് വരും. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഉണ്ട്. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരുള്ളൂ. അപ്പൊ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇതിന്റെ ഇനി വെർട്ടെക്സുകൾ നോക്കുകയാണ്. ഇത് 0 0 A, ഇത് 2 0 എന്ന് വരും. B,
ഇവിടുത്തെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഇത് സി, ഇത് ഡി, ഇത് ഇ. ഇതേതാണ് വാല്യൂ? ഫസ്റ്റത്തെയാണ് 0, 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ ഇനി നമുക്ക് ഡിയും സിയും കണ്ടുപിടിക്കണം. അപ്പൊ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ഈ രണ്ട് ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. അതായത് -2x1 + x2 = 1 എന്ന ലൈനിന്റെയും x1 + x2 = 3 എന്ന ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 2x1 + 2x2 = 6 എന്ന് വരും. ഇനി ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും കൂടെ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ x1ന്റെ ടൈം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? 3x2 = 7 എന്ന് വരും. അതായത് x2 = 7/3 എന്ന് വരും. ഇനി ഈ x2ന്റെ വാല്യൂ ഈ 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? x1ന്റെ വാല്യൂ 2/3 എന്ന് വരും. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റ് 2/3 7/3 എന്ന് കിട്ടി. 2/3 7/3. ഇനി സി എന്ന പോയിന്റ് കണ്ടുപിടിക്കണം. സി എന്ന പോയിന്റ് ഏതൊക്കെ ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്? ഈ x1 = 2 എന്ന ലൈനിന്റെ x1 + x2 = 3 എന്ന ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. അതായത് x1 = 2, x1 + x2 = 3 എന്ന ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഇവിടെ x1 നമുക്ക് 2 ആണെന്നറിയാം. അപ്പൊ എന്ത് വന്നു? x2 എന്ന് പറയുന്നത് 1 എന്ന് വന്നു. അതായത് ഇത് ഈ പോയിന്റ് 2, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ വെർട്ടിസസും കിട്ടി. ഇനി സെറ്റ് വാല്യൂ നോക്കാം. സെറ്റ് വാല്യൂ ഫസ്റ്റത്തെ സെഡ് 0, 0, 0, 0 എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ രണ്ടാമത്തെ വാല്യൂ സെഡ് 2, 0 ആണ്. 2, 0 എന്ന് പറയുമ്പോ എന്ത് വരും? 6 എന്ന് വരും. പിന്നെ മൂന്നാമത്തെ സി വാല്യൂ എന്ന് പറയുന്നത് സെഡ് 2, 1 ആണ്. 2, 1 എന്ന് വരുമ്പോ എത്ര വരും? 8 എന്ന് വരും. പിന്നെ അടുത്തത് ഡി എന്ന് പറയുന്ന വാല്യൂ, ഡിയില് സെഡിന്റെ വാല്യൂ 2/3 7/3 എന്നാണ്. അതായത് 20/3 എന്ന് വരും. 20/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.67 ആണ്. അത് അടുത്തത് ഇ ഉള്ള വാല്യൂ ആണ്. ഇ എന്ന് പറയുന്നത് 0, 1 ആണ്. അതായത് സെഡ് 0, 1ൽ എന്ത് വരും? 0, 1ല് 2 എന്ന് വരും. അപ്പൊ നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ്. മാക്സിമൈസേഷൻ ഇവിടെ എത്രയാണ്? 8 ആണ് മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നത്. അത് ഏത് പോയിന്റിലാണ്? 2, 1. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ 8 ആണ്. അത് കിട്ടിയിരിക്കുന്നത് x1ന് 2 എന്ന് കൊടുക്കുമ്പോഴും x2ന് 1 എന്ന് കൊടുക്കുമ്പോഴാണ്. എല്ലാവർക്കും ഗ്രാഫിക്കൽ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൺസ്ട്രെയിൻസിനെ ഇക്വാളിറ്റി ആക്കി ഫോം ചെയ്ത് അതിനെ പ്ലോട്ട് ചെയ്യുക. നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏതാണോ സൊല്യൂഷൻ വരാവുന്ന റീജിയൻ, ഫീസിബിൾ റീജിയൻ എന്ന് പറയും, ആ റീജിയൻ കണ്ടുപിടിക്കുക. ആ റീജിയന്റെ വെർട്ടെക്സുകൾ കണ്ടുപിടിക്കുക. ആ വെർട്ടെക്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ആ വാല്യൂസിൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക, മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ആ പോയിന്റിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ആ പോയിന്റിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം ആവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ജനറൽ LPPന്റെ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ അറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്. മാക്സിമം ഓർ മിനിമം z = c1 x1 + c2 x2 + etc. cn xn. സബ്ജക്ട് ടു ദ നമുക്ക് കൺസ്ട്രെയിൻസ് ആണ്. ഇവിടെ ജനറൽ ഫോമിൽ m കൺസ്ട്രെയിൻസ് ഉണ്ടെന്നാണ് എടുത്തത്. a11 x1 + a12 x2 + etc. a1n xn <= b1, a21 x1 + a22 x2 + etc. a2n xn <= b2 etc. am1 x1 + am2 x2 + etc. amn xn <= bm.
പിന്നെ ഈ x1 x2 എക്സെട്ര xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇതെന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിൾ ആണ്. ഈ കണ്ടീഷന് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറയും. അതായത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിൾ ആണ്. ഈ കണ്ടീഷൻ നമ്മൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറയും. അതിന്റെ മെട്രിക്സ് നൊട്ടേഷൻ എങ്ങനെയായിരുന്നു? z ഈക്വൽ ടു c പ്രൈം x. c എന്ന് പറയുന്നത് ഒരു കോളം വെക്ടർ ആയിട്ട് എഴുതാൻ പറ്റും. c1 c2 എക്സെട്ര cn എന്ന് പറയുന്ന കോളം വെക്ടർ ആയിട്ട് എഴുതാൻ പറ്റും. അതിന്റെ പ്രൈം എടുത്തിട്ട് എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടും. ഇത് ഈ സെയിം സാധനത്തിന് മെട്രിക്സിൽ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് അതിന്റെ മെട്രിക്സ് നൊട്ടേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തില് നമുക്ക് x1ന്റെയും x2 എക്സെട്ര xnന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ കൺസ്ട്രെയിന്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തില് നമുക്ക് x1 x2 എക്സെട്ര xnന് ഒരു വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വാല്യൂ അല്ല, പല വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും? സൊല്യൂഷൻ എന്ന് പറയും. സൊല്യൂഷൻ, സിംപ്ലി സൊല്യൂഷൻ എന്ന് പറയും. അതായത് x1 x2 എക്സെട്ര xn വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതിന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. ഈ സൊല്യൂഷൻ ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഫീസിബിൾ സൊല്യൂഷൻ, അതായത് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ കണ്ടു. ഇപ്പൊ രണ്ട് ലൈൻ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ ഒരുപാട് ഇതിന്റെ താഴേട്ടൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എവിടെ മാത്രം എടുക്കുന്നുള്ളൂ? ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം എടുക്കുന്നുള്ളൂ. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം എടുക്കുന്നത്, അതായത് ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിന് നമ്മൾ എന്തെന്ന് പറയും? ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ടത് വെർട്ടെക്സുകളിലായിരുന്നു. ഇവിടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. ഈ ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ കിട്ടും, മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമം വാല്യൂ കിട്ടും. അപ്പൊ ഈ ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സൊല്യൂഷനെ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയും. ഒപ്റ്റിമം സൊല്യൂഷൻ. ഇതാണ് 3 ടേം. ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ, ഇതിനെ സൊല്യൂഷൻ എന്ന് പറയും. അത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഈ ഫീസിബിൾ സൊല്യൂഷനുള്ള റീജിയനെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അതായത് ഇവിടെയാണ് ഇത് ഫീസിബിൾ, എക്സിന്റെ ഗ്രേറ്റർ ദാൻ മാത്രമാണ്, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉള്ളിടത്ത് മാത്രമാണ്. ഇതാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അപ്പൊ ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഈ ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയും. ഇത് ഇത്രയാണ്. പിന്നെ നമ്മൾ കാനോനിക്കൽ ഫോം എന്ന് പറയും. കാനോനിക്കൽ ഫോം ഓഫ് LPP എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിനെയാണ് കാനോനിക്കൽ ഫോം എന്ന് പറയുക. പക്ഷെ മിനിമൈസേഷൻ അല്ല, മാക്സിമൈസേഷൻ ആയിരിക്കും. ഇതിനെയാണ് കാനോനിക്കൽ ഫോം ഓഫ് ഒപ്റ്റിമൈസേഷൻ, കാനോനിക്കൽ ഫോം ഓഫ് LPP എന്ന് പറയാം. LPP പല ഫോമിലാവാം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫുൾ വന്നിട്ടാവാം, മിക്സഡ് ആയിട്ട് വരാം, അങ്ങനെ പല ഫോം. ഇവിടെ മിനിമൈസേഷൻ വരാം, അങ്ങനെ പല ഫോമില് LPP വരാം. പക്ഷെ ഈ ഫോമിൽ വരുന്നതിന്, അതായത് മാക്സിമൈസേഷൻ ആയിരിക്കും, എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അങ്ങനെ വരുന്ന ഫോമിനെയാണ് കാനോനിക്കൽ ഫോം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ കാനോനിക്കൽ ഫോമിൽ അല്ലാത്ത രീതിയിൽ ഒരു LPP കിട്ടിക്കഴിഞ്ഞാല് എങ്ങനെ അതിനെ കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റാം എന്നാണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രോബ്ലത്തെ കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റാം എന്നാണ്. നമ്മൾ കാനോനിക്കൽ ഫോം എന്താന്ന് കണ്ടു. കാനോനിക്കൽ ഫോം എപ്പോഴും മാക്സിമൈസേഷൻ ഓഫ് z equal to c prime x subject to the constraints a x less than or equal to b x greater than or equal to 0. ഈ ഫോമിലായിരിക്കും എപ്പോഴും നമ്മുടെ കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത്. ഈ ഫോമിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോബ്ലത്തെ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് നോക്കാം നമുക്ക് ആദ്യം.
ഇപ്പൊ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്ന് വിചാരിക്കാം. മിനിമൈസേഷൻ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇതിനെ മൈനസ്, ഈ എഫ് ഓഫ് എക്സിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മാക്സിമൈസേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? മാക്സിമം ആയിട്ട് കൺവേർട്ട് ചെയ്യാം z മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് മിനിമൈസേഷൻ പ്രോബ്ലത്തിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസേഷൻ ആക്കാം. ഫോർ എക്സാമ്പിൾ നോക്കാം. മിനിമൈസേഷൻ ഓഫ് 2x പ്ലസ് 3y എന്നാണെങ്കിൽ ഇത് കനോണിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ആക്കണമല്ലോ. അപ്പൊ മാക്സിമൈസ് ഇത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? മാക്സിമം ഓഫ് മൈനസ് 2x മൈനസ് 3y ഈക്വൽ ആയിരിക്കും. ഈ മിനിമം 2x പ്ലസ് 3y എന്ന് പറയുന്നത് മാക്സിമം മൈനസ് 2x മൈനസ് 3y ആയി. അതായത് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമ്മള് കനോണിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലുള്ള നമ്മുടെ കൺസ്ട്രെയിൻസിന് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, അതായത് കനോണിക്കൽ ഫോമിലായിട്ട് ആക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാക്കണം. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലുള്ള കൺസ്ട്രെയിൻസിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ കൺസ്ട്രെയിൻസിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതെന്തായി മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലായി മാറും. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കൺസ്ട്രെയിന്റ് എടുക്കാണ് 2x1 പ്ലസ് 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും? -1 കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാക്കാൻ എന്ത് ചെയ്യണം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് -2x1 മൈനസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പൊ ഇതിപ്പോ എന്തായി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലായി. ഇതിന് നമുക്ക് വേണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലുള്ളതിനെ ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലായിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ ഇനി അടുത്തത് വരുന്നത്, ഇപ്പൊ നമ്മുടെ ഇൻഇക്വാളിറ്റി ഒരു ഇക്വാളിറ്റി ഫോമുല എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 1 എന്ന ഫോമിലാണ്, ഇക്വാളിറ്റി ഫോമിലാണ് നമുക്ക് കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിനെ എങ്ങനെ ഇൻഇക്വാളിറ്റി ഫോമിലാക്കും? എങ്ങനെയാക്കും വെച്ചാല് 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 3x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ രണ്ടായിട്ട്, രണ്ട് ഇൻഇക്വാളിറ്റി ആയിട്ട് ഇക്വാളിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റിനെ നമുക്ക് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാവും. അതായത് 3x1 മൈനസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഫോമിലായി. അപ്പൊ എല്ലാത്തിനും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാക്കാം. അപ്പൊ ഇതൊക്കെ ആക്കുന്നത് നമുക്ക് കനോണിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഈ കനോണിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം. ഇതിന് നമുക്ക് ഇനി കനോണിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് കനോണിക്കൽ ഫോമിൽ മാക്സിമൈസേഷൻ ആണ്. അപ്പൊ മിനിമൈസേഷന് മാക്സിമൈസേഷൻ ആക്കാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മാക്സിമം z ഈക്വൽ ടു 107x1 മൈനസ് x2 പ്ലസ് 2x3 എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് ഇക്വാളിറ്റിയിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതിന് ആദ്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? 14x1 പ്ലസ് x2 മൈനസ് 6x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7, 14x1 പ്ലസ് x2 മൈനസ് 6x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. പിന്നെ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ തന്നെയാണ്. അപ്പൊ 6x1 പ്ലസ് 1/2x2 മൈനസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇത് ഗ്രേറ്റർ ദാൻ ഫോമിലാണ്. അത് ലെസ് ദാൻ ആക്കാൻ വേണ്ടിയിട്ട് 3x1 മൈനസ് ഇതിനെ ലെസ് ദാൻ ആക്കാൻ വേണ്ടി -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 3x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇവിടെ ഗ്രേറ്റർ ദാൻ സൈനിൽ ഒരു ഇൻഇക്വാളിറ്റി കൂടി ഉണ്ട്. അത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് അതിനെ എന്താക്കാം? ലെസ് ദാൻ ഫോമിലാക്കാം.
ഇങ്ങനെയാണ് ഒരു LPP പ്രോബ്ലത്തെ നമ്മൾ കാനോനിക്കൽ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.